നമസ്കാരം. തെരഞ്ഞെടുപ്പ് ഫലം അറിയുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ടുള്ള കരുനീക്കങ്ങളാണ് എങ്ങും നടക്കുന്നത്. രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ, കെ.സി. വേണുഗോപാൽ എന്നീ മൂന്ന് നേതാക്കളെ ചുറ്റിപ്പറ്റിയാണ് ഈ ചർച്ചകൾ പുരോഗമിക്കുന്നത്. യു.ഡി.എഫ് അധികാരത്തിലെത്തുമെന്ന ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് ഈ കണ്ട നീക്കങ്ങളെല്ലാം നടത്തുന്നത്. എന്നാൽ മറിച്ചായാൽ ചിന്തിക്കാൻ തൽക്കാലം ആർക്കും നേരമില്ലതാനും. അതായത് ഈ നേതാക്കൾക്കൊന്നും അങ്ങനെ ഒരു കാര്യം മറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നുമില്ല. അതേസമയം മുഖ്യമന്ത്രി ചർച്ചകൾക്ക് പിന്നാലെ ആരൊക്കെയാകണം മന്ത്രിമാർ എന്ന വിധത്തിലുള്ള ചർച്ചകളും പാർട്ടിക്കും മുന്നണിക്കും ഉള്ളിൽ നടക്കുന്നുണ്ട്. യു.ഡി.എഫ് ക്യാമ്പിൽ പല വിധത്തിലുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് അധികാരം തിരിച്ചു പിടിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ വരാനിരിക്കുന്ന മന്ത്രിസഭയെ കുറിച്ചുള്ള കണക്കുകൂട്ടലുകളാണ് കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത്. അതായത് നേതാക്കൾക്കുള്ളിൽ നടക്കുന്നത്. പല വിധത്തിലുള്ള ഫോർമുലകളാണ് ചർച്ചകളിൽ വ്യക്തമാകുന്നത്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറ്റിമറിക്കപ്പെടുമെന്നാണ്. അതായത് കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതൃസ്ഥാനം കൈവിട്ട രമേശ് ചെന്നിത്തല ഇത്തവണ മന്ത്രിസഭയിൽ സജീവമായി ഉണ്ടാകുമെന്നർത്ഥം. സുപ്രധാന വകുപ്പുകളുമായി ചെന്നിത്തല തന്നെ സജീവമാകുമെന്നും സീനിയോറിറ്റിയും അനുഭവസമത്വം പരിഗണിക്കുമ്പോൾ ചെന്നിത്തലയെ മാറ്റി നിർത്താൻ ഹൈക്കമാൻഡിനും അത്ര എളുപ്പമാകില്ല എന്നാണ്. അതേസമയമാവട്ടെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നതിൽ ഒരു പ്രധാന വ്യക്തിയാണ്. കാരണം പാർട്ടിയിലെ നിലവിലെ ക്രൈസ്തവ മുഖം എന്ന് പറയുന്നത് ഈ സണ്ണി ജോസഫാണ്. അതുകൊണ്ട് സ്വാഭാവികമായും അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉണ്ടാകും. അപ്പൊ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയാൽ ഈ രണ്ട് നേതാക്കളും മന്ത്രിമാരായി ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും ജയിച്ചെത്തിയാൽ 20-ലധികം MLA-മാരാണ് മന്ത്രിസ്ഥാനത്തേക്ക് കണ്ണുവെക്കുന്നത്. മുൻകാല പരിചയത്തിനൊപ്പം ഗ്രൂപ്പ്, സമുദായ, പ്രാദേശിക ഘടകങ്ങൾ ഉയർത്തിയാണ് വിവിധ നേതാക്കളും ഈ മന്ത്രിക്കുപ്പായം തുന്നിയിരിക്കുന്നത്. എന്തായാലും യു.ഡി.എഫ് അധികാരത്തിലെത്തിയാൽ നിലവിലെ കണക്കുകൾ അനുസരിച്ച് 11 പേർക്കാണ് കോൺഗ്രസിൽ നിന്നും മന്ത്രിസ്ഥാനത്തിന് അർഹത എന്നാണ് റിപ്പോർട്ട്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ വി.ഡി. സതീശൻ മന്ത്രിസഭയുടെ ഭാഗമാകുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. സണ്ണി ജോസഫ് മന്ത്രിയായാൽ KPCC അധ്യക്ഷ സ്ഥാനം മറ്റാർക്കെങ്കിലും കൈമാറാനാണ് സാധ്യത എന്നാണ്. അതായത് അത്തരം ചർച്ചകൾ നയിക്കുന്ന മാധ്യമങ്ങൾ മുന്നോട്ട് വെക്കുന്ന പേരുകളും ഇങ്ങനെ തന്നെയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ടി സിദ്ദിഖ്, TN പ്രതാപൻ, PC വിഷ്ണുനാഥ്, K മുരളീധരൻ എന്നിവർ ജയിച്ചാൽ ഉറപ്പായും മന്ത്രിസഭയിൽ ഉണ്ടാകും. ഇതിനൊപ്പം തന്നെ 10-ലധികം MLA-മാരും മന്ത്രി കസേരയിൽ കണ്ണുവെച്ച് ചരട് വലികൾ ആരംഭിച്ചിട്ടുണ്ട്. നാടാർ പ്രതിനിധി എന്ന നിലയിൽ തിരുവനന്തപുരത്ത് നിന്നും N ശക്തനും ലത്തീൻ പ്രതിനിധിയായ M വിൻസെന്റും അവകാശവാദം ഉന്നയിക്കാൻ വളരെയേറെ സാധ്യതയുണ്ട്. എന്നാൽ വിൽസണിന് എതിരായ കേസ് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ TJ വിനോദിനെ പരിഗണിച്ചേക്കും എന്നതാണ് റിപ്പോർട്ട്. ഇതിനൊപ്പം തന്നെ AP അനിൽകുമാർ, VS ശിവകുമാർ, ചാണ്ടി ഉമ്മൻ, VT ബൽറാം, മാത്യു കുഴൽനാടൻ, M ലിജു തുടങ്ങിയവരും മന്ത്രിസ്ഥാനം ലക്ഷ്യമിടുന്നവരുണ്ട്. അമ്പലപ്പുഴയിൽ നിന്നും വിജയിച്ചാൽ G സുധാകരനെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാമെന്ന് കോൺഗ്രസ് നേതൃത്വം ഉറപ്പ് നൽകിയതായാണ് റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ സുധാകരന്റെ മന്ത്രിസ്ഥാനവും കോൺഗ്രസ് അക്കൗണ്ടിൽ നിന്ന് തന്നെ നൽകേണ്ടി വരും. സാമുദായിക സന്തുലിതാവസ്ഥകളടക്കം കോൺഗ്രസ് മന്ത്രിസ്ഥാന നിർണയത്തിൽ പരിഗണിക്കാറുണ്ട്. ഇക്കുറിയും ആ പതിവ് തെറ്റാൻ സാധ്യതയൊന്നുമില്ല. ഇത്തവണ വമ്പൻ വിജയം നേടിയാൽ ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിച്ചേക്കും. മലപ്പുറം കോട്ടകൾ തകരാതെ കാക്കുന്ന ലീഗിന് അർഹമായ പരിഗണന ഭരണത്തിൽ ലഭിക്കണം എന്നതാണ് അവരുടെ ആവശ്യം. ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്നത് കാലങ്ങളായുള്ള ഉയർന്ന ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിക്ക് ഏറ്റവും ചുരുങ്ങിയത് 22 സീറ്റുകളെങ്കിലും കിട്ടുമെന്നാണ് കണക്കുകൂട്ടൽ. ഭരണവിരുദ്ധ വികാരം, പാർട്ടിയുടെ ശക്തമായ സംഘടനാ സംവിധാനം, വ്യത്യസ്ത വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിയുള്ള സ്ഥാനാർത്ഥി പട്ടിക, ന്യൂനപക്ഷ ഭൂരിപക്ഷ മതേതര വോട്ടുകളുടെ ഏകീകരണം എന്നിവയെല്ലാം അനുകൂല ഘടകമായി ലീഗ് വിലയിരുത്തുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ വോട്ടുകൾ പൂർണ്ണമായും ലീഗ് സ്ഥാനാർത്ഥികൾക്ക് വന്നിട്ടുണ്ട് എന്ന ആത്മവിശ്വാസവുമുണ്ട്. 1-ാം നിയമസഭ മുതൽ മുസ്ലിം ലീഗിന് പ്രാതിനിധ്യമുണ്ട് എങ്കിലും 2011-ലാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഉണ്ടായത്. അന്ന് 20 സീറ്റുകൾ ജയിച്ചിരുന്നു. മഞ്ചേശ്വരം, കാസർഗോഡ്, അഴീക്കോട്, കോഴിക്കോട് സൗത്ത്, കൊടുവള്ളി, തിരുവമ്പാടി, കൊണ്ടോട്ടി, ഏറനാട്, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം, വേങ്ങര, വള്ളിക്കുന്ന്, തിരൂരങ്ങാടി, താനൂർ, തിരൂർ, കോട്ടയ്ക്കൽ, മണ്ണാർക്കാട് എന്നിവയാണ് കിട്ടിയ മണ്ഡലങ്ങൾ. 2016-ൽ MLA-മാർ 18ആയി. 2021-ലാകട്ടെ അത് 15ആയി. ലീഗിന്റെ കണക്കുകൂട്ടലുകൾ ഉപമുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ടുള്ളവയാണ്. എന്തായാലും പ്രധാന വകുപ്പുകൾ മുസ്ലിം ലീഗിനായിരിക്കുമെന്നും ചർച്ചകൾ പല വിധത്തിൽ നടക്കുമ്പോഴും ഇതെല്ലാം അധികാരം പിടിച്ചാൽ മാത്രമാണ് ഫലവത്താവുക. അതേസമയം ഫലം മറിച്ചാകുമോ എന്ന ആശങ്കയും പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും കാത്തിരുന്നുക.